നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ലിവറിന് ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടാണെന്ന് മനസ്സിലാക്കാം. ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറസ് മൂലമാണ് ഇപ്പോൾ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് വരുന്നത് പനി, ശരീരവേദന, ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ, ചിലപ്പോൾ ലൂസ് മോഷൻ, അതുപോലെ അതികഠിനമായിട്ടുള്ള ക്ഷീണം എന്നിങ്ങനെയാണ്. പനി നിങ്ങൾക്കൊരു 3 ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് ബിലിറുബിനും പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? നമ്മുടെ ലിവറിനെ അത് കാര്യമായിട്ട് ബാധിക്കും അല്ലെ. ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ബിലിറുബിൻ ലെവൽ നന്നായിട്ട് കൂടും. അതുപോലെ തന്നെ ലിവറിന്റെ എൻസൈംസ് ആയിട്ടുള്ള SGOT, SGPT അതിലൊക്കെ അതിന്റെ വാല്യൂസ് ഒക്കെ ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോർമലി ഒരു 40 തൊട്ട് 50 ആണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ അത് 500ഉം 1000ന്റെ മുകളിലേക്കും പോകാൻ ചാൻസസ് ഉണ്ട്. ബിലിറുബിൻ ആണെങ്കിൽ 2 എബോവ് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള സിംറ്റംസ് ആണ് നമ്മുടെ ശരീരത്തിൽ റിഫ്ലക്ട് ആവുക. അതായത് കണ്ണില് മഞ്ഞ നിറം, നഖത്തിന്റെ ഭാഗങ്ങളിൽ മഞ്ഞ നിറം, നമ്മുടെ സ്കിൻ ലെവലിൽ മഞ്ഞ നിറം, അങ്ങനെ മൊത്തത്തിൽ ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ ആണ് നമുക്ക് കണ്ടുവരാൻ പറ്റുന്നത്. അപ്പം ലിവറിനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കരളിനെ ബാധിക്കുന്നത് കൊണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയെ നല്ല രീതിയിൽ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വിശപ്പില്ലായ്മയും അതുപോലുള്ള കണ്ടീഷൻസും അതിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളത്, പാണ്ഡു എന്നൊരു അസുഖം ആയുർവേദത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് വിളർച്ച അല്ലെങ്കിൽ അനീമിക് കണ്ടീഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പം അത്തരത്തിലുള്ള അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻ നിന്ന് റിക്കവർ ആവുന്ന ഒരു പേഷ്യന്റ് എന്താ പറയാ, സ്പൈസി, ഓയിലി, ഫ്രൈഡ്, നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് കാമല എന്ന കണ്ടീഷൻസിലേക്ക് പോകുമെന്ന് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്. അതായത് കാമല നമ്മൾക്ക് ഈ ഒരു കണ്ടീഷനായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് തന്നെ ഹരിദ്ര നേത്രം, അതായത് കണ്ണിന് മഞ്ഞ നിറം, അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് ഒക്കെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ പറയാനുള്ളത്, നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. മിനിമം ഒരു 3 ആഴ്ചയെങ്കിലും നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതായത് ലൈറ്റ് ആയിട്ടുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. ഇപ്പൊ മഴക്കാലം കൂടി ആയതുകൊണ്ട് മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ നോക്കേണ്ടതാണ്. അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഭക്ഷണമാണ് അല്ലെ. അപ്പം ആഹാരമാണ് നമ്മുടെ ഔഷധം. അപ്പൊ അതിനെ വളരെ നല്ല രീതിയിൽ നോക്കി കാണേണ്ടതാണ്. കഞ്ഞി ആയാലും അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാൻ നോക്കുക. ബേക്കറി ഐറ്റംസ്, ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ബോഡിനെ ഹൈഡ്രേറ്റ് ചെയ്യുക. തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ നിങ്ങൾ കുടിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുക. കുറച്ചുകൂടി തിളച്ചതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് അത് ആറിയതിനു ശേഷം ആ വെള്ളമാണ് സിപ്പായിട്ട് കുടിക്കേണ്ടത് കേട്ടോ. അപ്പം ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.